കോരിച്ചൊരിയുന്ന ഈ മഴയത്ത് നനഞ്ഞു കുളിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടുവരുന്ന ഈ പെണ്ണിൻ്റെ പേര് ആൽത്തിയ ജോൺസൺ. ആംഗ്ലോ ഇന്ത്യൻ. കോർപ്പറേറ്റിൽ ജോലി, 80,000 രൂപ ശമ്പളം. 80,000 രൂപ ശമ്പളം വാങ്ങിയാലും ആക്റ്റീവയുടെ ടയർ പഞ്ചറാവുമെന്ന് പറഞ്ഞാൽ പഞ്ചറായേ തീരൂ. പള്ളിവാതുക്കൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ സംഘം ചേർന്ന് പീഡിപ്പിച്ച കേസിൽ 5 പേർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞ പക്ഷം പ്രതികളിൽ നിന്ന് 2 ലക്ഷം രൂപ പിഴയും ജീവപര്യന്തവും എറണാകുളം ഹൈക്കോടതി വിധിച്ചു. കരൂരിൽ 3 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ ഒരാൾക്ക് 10 വർഷ കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കുട്ടിയുടെ മാതാപിതാക്കൾ നല്ലൊരു വിധിയെന്ന് കോടതി അറിയിച്ചു. ഇന്ത്യയിൽ ശരാശരി ഒരു ദിവസം തന്നെ 92 സ്ത്രീകൾ പീഡനത്തിന് ഇരയാകുന്നതായി പോലീസ് റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഇങ്ങനെ തുറച്ചു നോക്കൊന്നും വേണ്ട. ഞാൻ നിങ്ങളെ റേപ്പ് ചെയ്യാൻ വന്നൊന്നുമല്ല. ഇങ്ങനെ തുറച്ചു നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. നിങ്ങളെപ്പോലെ മഴ നനഞ്ഞ് കയറിയുന്ന ഒരാളാണ്. മഴയത്ത് വിറച്ചിരിക്കുന്ന ഒരാൾ. ഓക്കെ, ഞാൻ വിചാരിച്ച ഇവനിതൊക്കെ കണ്ടിട്ട് ആസ്വദിച്ചിരിക്കുമെന്ന്. ഇവനൊക്കെ ആണാണോ? എന്താന്നോ എന്റെ കാലെന്താ നോക്കുന്നേ? കണ്ട് രസിക്കാൻ മാത്രമേ. അത്ര അഴകുള്ള കാലൊന്നും അല്ലത്. എന്റെ വായ്നൂലം കേൾക്കും. വേറെ പണിയൊന്നുമില്ല. മുട്ടിന് മുകളിലുള്ള സാധനം ഇട്ടുകൊണ്ട് വരുന്നിട്ട് കാല് നോക്കിയില്ലേ, കൈ നോക്കിയില്ലേ. നിങ്ങളൊക്കെ ഇവരുടെ മേത്തിങ്ങനെ ചെളിവെള്ളം തെറിപ്പിച്ചുകൊണ്ട് പോയ ഈ കാറ് ഓടിക്കാറാണ്. ഓടുന്നത് കൊണ്ടല്ല ഇതിനെ ഓടിയെന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ വില 1.5 കോടി രൂപയാണ്. പക്ഷെ കാര്യം അതല്ല. ഈ കാറ് 5 മിനിറ്റിനുള്ളിൽ ഒരാളെ ഇടിച്ച് തെറിപ്പിച്ച് കൊല്ലും. ഇതൊന്നും ഓർത്ത് സങ്കടപ്പെടാതെ പെയ്യുന്ന ഈ പേമാരി ഇവരെ രണ്ടുപേരെയും തമ്മിൽ സംസാരിപ്പിച്ചു. സ്കേർട്ടിട്ട സുന്ദരിയായ പെണ്ണിനോട് താടിയും മുടിയും വളർത്തി അലങ്കോലമായി നടക്കുന്ന പയ്യൻ വേറെന്ത് പറയാനാ? ഒരു പ്രണയകഥ അവൻ പറഞ്ഞു. അതും അവൻ്റെ പഴയ ഒരു ലവ് സ്റ്റോറി. പേര് രഘുനാഥ്. പഠിച്ചത് ഇംഗ്ലീഷ് MA. നാട് കൊച്ചി. ഗ്രാമത്തിൽ നിന്ന് വരുന്നെന്ന് കരുതി ഞാനത്ര മോശമൊന്നുമല്ല. ഞാനായാലും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒഴുകുന്ന നദികളായാലും സിറ്റിയിലേക്ക് വരുന്നത് വരെ വളരെ നല്ലതായിരുന്നു. നാട്ടിൽ ഞങ്ങളുടെ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയായിരുന്ന അച്ഛൻ്റെ ബിസിനസ് അച്ഛന് മുൻപ് തന്നെ നശിച്ചു പോയോണ്ട് എനിക്ക് ജോലി തേടി ഈ നഗരത്തിലേക്ക് വരേണ്ടി വന്നു. ചെന്നൈ എന്ന് പറഞ്ഞാൽ വടക്കൻ ചെന്നൈ അല്ല, തെക്കൻ ചെന്നൈ അല്ല, തരമണിക്ക് അതിനടുത്തുള്ള ചെന്നൈ, പുതിയ ചെന്നൈ. ആ റോഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടുമെന്നുള്ള വിശ്വാസം വന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് ആ റോഡ് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. തമിഴ് സൂപ്പർ സ്റ്റാർ MGRന്റെ പേരിലായിരുന്നു ആ റോഡ്. വിചാരിച്ച പോലെ തന്നെ ഒരു കോൾ സെൻറ്ററിൽ വിദേശത്തുള്ളൊരു കമ്പനിയാണ്. അതിൽ വിദേശത്തുള്ളവരോട് സംസാരിക്കുന്ന ഒരു ജോലിയാണ് കിട്ടിയത്. ഹൈ, താങ്ക്സ് ഫോർ കോളിംഗ് ഇൻ ഷോണറ്റ്. ഇറ്റ്സ് കിട്ടുന്ന 12,000 ശമ്പളത്തിന് ചെവിയിൽ നിന്ന് ബ്ലഡ് വരാത്തത് ഭാഗ്യം. എന്തിനായി ജോലിക്ക് ചേർന്നെന്ന് ആലോചിക്കുക. ഒരേ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓഫീസിൽ 8th ഫ്ലോറിൽ IT സെക്ഷനിൽ ജോലി ചെയ്യുന്ന സൗമ്യ. അപൂർവ സൗമ്യ. അപൂർവം എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, MGR റോട്ടിൽ ജീൻസിന് ലോങ് ടോപ്പ് ഇട്ട് വന്ന് ആ കാലത്തെ സരോജദേവിയാണ് ഈ പെൺകുട്ടി. അതുമാത്രമല്ല, ചുരിദാറിന് ഷോൾ ഇട്ട് വന്ന വൈജയന്തി മാലയും ഇവളാണ്. അതുമാത്രമല്ല, സാരി എടുത്തു വന്ന അഞ്ജലി ദേവിയും ഇവൾ മാത്രമാണ്. ആകെ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, എപ്പോഴും കരഞ്ഞോണ്ടിരിക്കും. എന്തിനാ താനിങ്ങനെ കരയുന്നത്? ടീം ലീഡർ ഓഫീസിൽ സാരി ഉടുത്ത് വരണ്ടെന്നാ പറയുന്നത്. എൻ്റെ ഓഫീസിൽ എപ്പോഴും താടിയെടുക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ സൗമ്യ, ഇതിനൊക്കെ ആരെങ്കിലും കരയോ?
താടി എടുക്കാൻ പോവാ? നന്നായിട്ടുണ്ടോ? അതല്ല, എടുത്താ ഇനിയും വൃത്തികേടായിരിക്കും, അതാ പറഞ്ഞേ. ഒറ്റ അടിയൊന്നുണ്ടല്ലോ. ഞാൻ ഉള്ളതാ പറഞ്ഞേ. അതെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? അടുത്ത മാസം ഓൺസൈറ്റ് US അയക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. സൂപ്പർ സൗമ്യ, സൂപ്പർ. അവിടെ എന്തെങ്കിലും ഒരു നല്ല ജോലി കിട്ടി ഞാനൊന്ന് സെറ്റിലായെന്ന് വെച്ചോ, എല്ലാ പ്രോബ്ലം തീരും. ശരി. അതിന് എനിക്കൊരു 3 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. നിന്റെ ഉണ്ടാവോ എടുക്കാൻ? പൈസ എടുത്ത് വെക്ക്. എവിടുന്നാടാ ഇത്? നീ ചോദിച്ച 3 ലക്ഷമല്ലേ, 30 ലക്ഷമാണേലും ഒറ്റ മിനിറ്റിൽ അടിച്ചു മാറ്റിക്കൊണ്ടിരും. പിന്നെ എന്നെ ഇത്ര താമസിച്ചേ? സൗമ്യ, എന്റെ അടി വാങ്ങിക്കുവേ. താങ്ക്സ്. അവിടുന്ന് അടുത്ത 3 മിനിറ്റിനുള്ളിൽ ആ പൈസ എടുത്ത് ചെന്നൈ വിട്ട് അവളും പോയി. എന്തോ പോലെ തോന്നി. ജോലിക്ക് പോകാൻ തോന്നില്ല, ഉറങ്ങാൻ തോന്നില്ല, ഭക്ഷണം കഴിക്കാനും തോന്നില്ല. എന്തു പറയാനാ, സ്കൈപ്പ് എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നെങ്കിലേ ഞാൻ പെട്ടുപോയേനെ. അമേരിക്ക പോയിട്ട് എന്തിനാടി കഴിയുന്നത് എൻ്റെ അപൂർവ സൗമ്യയെ? എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്നെ അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടോ? അല്ല, ജെറ്റ് ലാഗ്. അത് ശരി. ഞാനിവിടെ രാവും പകലും ഉറങ്ങാതെ കോൾ സെന്ററിൽ പോവാ. ഇതിനൊക്കെ ആരെങ്കിലും കരയോടി? നിനക്ക് ഒരിക്കലും കരച്ചിൽ വരില്ലല്ലേ? നോക്കിക്കോ, നിന്നെ ഒരു ദിവസം നന്നായിട്ട് ഞാൻ കരയിക്കും. കണ്ണൊക്കെ തുടച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനും ഉറങ്ങാൻ പോവാ. ഉറങ്ങല്ലേ, സംസാരിക്ക്. എനിക്ക് നല്ല ഉറക്കം വരുന്നു, ഉറങ്ങാം. പോലെ എനിക്ക് ഉറക്കം വന്നിട്ടില്ല. നീ കുറച്ചു നേരം കൂടെ സംസാരിച്ചിട്ട് പോയാൽ മതി. മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങിക്കേ. എനിക്ക് നല്ല ജോലിയുണ്ട്, ഞാൻ ഉറങ്ങാം. കുറച്ചു നേരം കൂടി സൗമ്യ, സൗമ്യ, ഇന്ന് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. നല്ലല്ലേ? മുടിയുടെ സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ടല്ലോ. പിന്നെ എപ്പോഴും പിന്നീട്ട് നടക്കാൻ പറ്റും. എന്ത് ടോപ്പാടിയത്? ഇതിട്ടതിന് ഇത്രയോ? എന്നാ നോക്കിക്കോ, കാണുന്നില്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ, ഓക്കേ. MGR തെരുവിനെ സംബന്ധിച്ചിടത്തോളം അഞ്ജലി ദേവിയെ പോലെ, വൈജയന്തി മാലയെ പോലെ ശാലീന സുന്ദരിയായിരുന്ന എന്റെ അപൂർവ സൗമ്യ വിദേശത്തേക്ക് കയറിപ്പോയ പിന്നെ എങ്ങനെ ഇത്ര ഭയങ്കരമായി മാറിപ്പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. എടാ, തുണിയില്ല നടന്നാലും നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ആരും നോക്കാം. സൗമ്യേ, അതുകൊണ്ട് നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അതല്ല പ്രഭു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാനിപ്പോ എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ, ഞാൻ പിന്നെ വിളിക്കാം. പ്ലീസ് പ്രഭു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. സൗമ്യ, നിന്നെ എത്ര തവണ ഫോൺ ചെയ്തു? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നിന്നെ വിളിച്ചോളാന്ന്? അവളായിട്ട് വിളിച്ചോളാന്ന്. അത് കഴിഞ്ഞിട്ട് അവള് വിളിച്ചത് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാ. ബൈ. എപ്പോഴെങ്കിലും ഒന്ന് ഫോൺ ചെയ്യാൻ തോന്നിയല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ കേക്കുവോ? പറയ്. അതല്ല, എനിക്കിവിടെ ഒരു ജോലിയും കിട്ടിയില്ല. നീ തന്ന 3 ലക്ഷം രൂപ എങ്ങനെ തിരിച്ചു തരണോന്നും അറിയത്തില്ല. വീട്ടിലും പ്രശ്നം. അതൊന്നും ഒരു കുഴപ്പമില്ല. നീ വാ, ഞാനിവിടെ ഇല്ലേ. പിന്നെ നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. നീ ദേഷ്യപ്പെടാതെ കേക്കോ? എന്താ? ഞാൻ ഇവിടെ ഒരാളെ കണ്ടായിരുന്നു. ഇന്ത്യക്കാരനാ. അയാൾ എന്നെ കല്യാണം കഴിക്കാന്നാ പറഞ്ഞേ. അയാൾക്ക് സിറ്റിസൺഷിപ്പും ഉണ്ട്. തമാശ പറയില്ലേ സൗമ്യ? സത്യമായിട്ടും ഇത് സീരിയസാ. പ്രാക്ടിക്കലായിട്ടും ചിന്തിക്ക്. ഇത് കഴിഞ്ഞ എല്ലാ പ്രശ്നവും സോൾവ് ആവും. എന്ത് മറ്റേടത്ത സൗമ്യ, ഞാൻ പറയുന്നത് നീ കേക്ക്. നീ തിരിച്ചു വാ, ഞാൻ നോക്കിക്കോളാം. ശരി പ്രഭു, ഞാൻ പിന്നെ വിളിക്കാം. എനിക്ക് ജോലിയുണ്ട്. സൗമ്യ നിക്ക്. സൗമ്യ, ഒരു മിനിറ്റ്. ഹലോ. ബ്ലഡി ഷിറ്റ്. അത് കഴിഞ്ഞിട്ട് അവൾ എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല. പിന്നീട് അവളെ ഫോൺ വിളിച്ചാൽ കിട്ടാറില്ല. അയക്കുന്ന മെയിൽസ് എല്ലാം ബൗൺസ് ആവാൻ തുടങ്ങി. എനിക്കെത്താൻ പറ്റാത്തടത്തേക്ക് അവൾ പറന്നുപോയി. എങ്ങും പോകാൻ ഇടവില്ലാത്തപ്പോൾ ആളുകളൊക്കെ എങ്ങോട്ട് പോകുമോ അങ്ങോട്ട് തന്നെ ഞാനും പോയി. റെയിൽവേ സ്റ്റേഷൻ, തരമണി. താഴെ വീണ എന്താവും നിനക്കറിയാവോ? ചമ്മന്തി ആയി പോകും നീ. പിന്നെ ദോശയുടെ കൂടെ വടിച്ച് ഞാൻ നീ പോയാ. ബർണബാസ്, തരമണി റെയിൽവേ സ്റ്റേഷനിലെ നൈറ്റ് കോൺസ്റ്റബിൾ എന്നെ അടിച്ചവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി, ഒരു സ്വന്തം ചേട്ടനെ പോലെ. പക്ഷേ ഈ നിമിഷം വരെ ഞാൻ അദ്ദേഹത്തെ സാറിനെ വിളിക്കുന്നു. ചേട്ടാന്ന് വിളിക്കാൻ എന്തോ ഒരു മടി പോലെ. രാത്രി പുള്ളിയോട് സംസാരിച്ചിരുന്ന് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉറങ്ങി. അദ്ദേഹം കാണിച്ചു തന്ന ചെറിയ മുറിയിലായിരുന്നു പിന്നീടുള്ള ജീവിതം. താടിയും വളർന്നു,
കഥയും തീർന്നു. ബൈ. ബൈ. ഹലോ, ആ ഞാൻ സഹായിക്കട്ടെ? ഓക്കെ. ഇയാളെയാണ് ഓടിക്കാർ ഇടിച്ചിട്ട് പോയത്. പേര് രവി, സർനെയിം ചമർ, സ്ഥലം ബീഹാറിലെ നവാഡ. തൊണ്ടയിൽ തുടിക്കുന്ന ഈ ജീവൻ എപ്പോൾ നിലയ്ക്കുമെന്നറിയില്ല. ഈ വിവരം ഇയാളുടെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും കാതിലെത്തുമെന്നും നമുക്കറിയില്ല. പക്ഷേ അതിനെക്കുറിച്ച് നമ്മളെന്തിനാ വേവലാതിപ്പെടുന്നത്? ഇയാൾ ജോലി ചെയ്ത ആ വലിയ ബിൽഡിങ്ങിൽ നിന്ന് നമുക്ക് നമ്മുടെ കഥ തുടങ്ങാം. See, love is just a part of life. You should celebrate life. Be happy. Move on. ഞാൻ നിങ്ങളോട് എൻ്റെ കഥ പറഞ്ഞത് ഈ അഡ്വൈസ് കേൾക്കാൻ വേണ്ടിയിട്ടല്ല. നീലായിരുന്നെങ്കിൽ ബസ് സ്റ്റോപ്പിനോടോ ആ കല്ലിനോടോ അവിടുത്തെ മലയോടോ പറഞ്ഞേനെ. ഐ ഡോണ്ട് ലൈക്ക് അഡ്വൈസസ്. സോ See, ഇപ്പൊ ലവ് ഫെയിലിയർ എന്ന് വെച്ചാ ക്ലീനായി ഷേവ് ചെയ്തിട്ട് അടിപൊളി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് സ്റ്റേറ്റസ് സിംഗിൾ എന്ന് മാറ്റിയിട്ട ലവ് ഫെയിലിയർ. ഈ താടിയെല്ലാം വെച്ചിരിക്കുന്നത് ഓൾഡ് ഫാഷൻ. ദിസ് ഇസ് നോട്ട് അഡ്വൈസ്, ജസ്റ്റ് ആൻ അപ്ഡേറ്റ്. വലിയ ഉപകാരം. താങ്ക്സ് ഫോർ ദി അപ്ഡേറ്റ്. മാഡം, വണ്ടി റെഡിയാണേ? താങ്ക്സ്. എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? ഹലോ, ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതാ. ഞാനും വണ്ടി തള്ളണമെന്നേ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചാ. എന്നെ കൊണ്ട് തള്ളിച്ചില്ലേ 2 കിലോമീറ്റർ. ആ വണ്ടി എടുക്ക്. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാ. ഈ താടിയും ഇതൊക്കെ ഈ ലവ് ഫെയിലിയർ മാത്രമല്ല, ഞാനൊരു കള്ളനും കൂടിയാണ്. അന്ന് ആ 3 ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെ കൊടുത്തെന്ന് അറിയില്ലല്ലോ.